അറിവിന്റെ പുതിയ ആകാശം വിദ്യാഗീതം സ്കൂൾ റേഡിയോ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശ്രീകണ്ഠപുരം. ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നിങ്ങളുടെ കൂടെ ഞാൻ ശിവദ PK 9th C. ഞാൻ ശ്രീലക്ഷ്മി രഞ്ജിത്ത് 8th D. മലയാളമേ നിന്റെ വാക്കുകൾക്കുള്ളത്ര മധുരം തുടിക്കുന്നതേതു ഭാഷ? മലയാളമേ നിന്റെ വാക്കുകൾക്കുള്ളത്ര മധുരം തുടിക്കുന്നതേതു ഭാഷ? പനിമഞ്ഞു തോരാ പുലർകാലമെന്ന പോൽ പനിമതി ഇന്ന് ഏപ്രിൽ 25 മലയാളത്തെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച മഹാനായ ഭാഷാ പണ്ഡിതനായിരുന്ന ഹെർമൻ ഗുണ്ടർട്ടിന്റെ ഓർമ്മദിനം. ഹെർമൻ ഗുണ്ടർട്ട് എന്ന മഹാനായ വ്യക്തി മലയാള ഭാഷയുടെ വളർച്ചയിൽ അപാരമായ സംഭാവനകൾ നൽകിയ ഒരു ജർമ്മൻ പണ്ഡിതനായിരുന്നു. 19ാം നൂറ്റാണ്ടിൽ കേരളത്തിലെത്തിയ അദ്ദേഹം മലയാള ഭാഷയും സംസ്കാരവും ആഴത്തിൽ പഠിച്ച് അതിനെ സമ്പന്നമാക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു. ഗ്രീക്ക്, ലത്തീൻ ക്ലാസിക് കവികളുടെയും ജർമ്മനിൽ ഗേതെയുടെയും കൃതികൾ വായിക്കാനും പകർത്തിയെടുക്കാനും ഗുണ്ടർട്ട് അത്യധികം ഉത്സുകനായിരുന്നു. ഹെർമൻ സ്കൂൾ പഠനത്തിൽ വളരെയൊന്നും മുൻപനായിരുന്നില്ല. ഹീബ്രു, ലത്തീൻ, ഗ്രീക്ക്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ചരിത്രം, ഭൂമിശാസ്ത്രം, ഗണിതശാസ്ത്രം തുടങ്ങിയവയെല്ലാം പഠിക്കാനുണ്ടായിരുന്നെങ്കിലും ഹെർമന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ ചരിത്രവും ഭൂമിശാസ്ത്രവും ഗണിതശാസ്ത്രവുമായിരുന്നു. പക്ഷേ അതിനേക്കാളൊക്കെ ഹെർമന് ആഭിമുഖ്യം രാഗങ്ങളും വാദ്യങ്ങളും ദേവാലയ സംഗീതവും ഒക്കെയായിരുന്നു. സ്വിറ്റ്സർലാൻഡുകാരിയായ ജൂലിയ ഡുബോയ്സിനെയാണ് ഗുണ്ടർട്ട് വിവാഹം കഴിച്ചത്. അദ്ദേഹത്തിന് പാലിയും സംസ്കൃതവും എഴുതാനും വായിക്കാനും കഴിയുമായിരുന്നു. 23 വർഷത്തോളം അദ്ദേഹം ഇന്ത്യയിൽ താമസിച്ചു. കേരളത്തിൽ താമസിച്ചത് 20 വർഷമാണ്. അതിൽ 9 വർഷവും അദ്ദേഹം തലശ്ശേരിയിലായിരുന്നു. അദ്ദേഹം 1847 തുടങ്ങിയ രാജ്യസമാചാരം എന്ന പത്രമാണ് മലയാളത്തിലെ ആദ്യ പത്രം. സുവിശേഷ പ്രവർത്തനായി പശ്ചിമോദയം എന്ന പത്രവും തുടങ്ങി. ഒരു സാധാരണ പാതിരിയായി പ്രവർത്തിച്ചെങ്കിലും ഭാഷാ പാണ്ഡിത്യത്തിന്റെ പേരിലാണ് അദ്ദേഹം ചരിത്രത്തിൽ അവിസ്മരണീയനായത്. മലയാളം വ്യാകരണം, ഗുണ്ടർട്ട് നിഘണ്ടു എന്ന മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി എന്നിവ വളരെ സുപ്രധാനമാണ്. ബൈബിൾ വേദപുസ്തകവും മലയാളത്തിലേക്ക് ഗുണ്ടർട്ട് പരിഭാഷപ്പെടുത്തി. ഭാഷാ വ്യാകരണത്തിൽ അദ്ദേഹം നടത്തിയ പഠനങ്ങൾ സംസ്കൃതേതരമായ ആദ്യത്തെ ആധികാരിക പഠനമായിരുന്നു. മണ്ണിൽ വീണു കുരുത്തു നെന്മണി വിത്തുമുള പൊട്ടി മിന്നുമീരില വീസിടും പോൽ എത്ര ഈരടികൾ മണ്ണിൽ വേർപ്പു വിതച്ചവർ തൻ ഈണമായി വന്നു അന്നു പാടിയ പാട്ടിലൂഞ്ഞാലാടി മലയാളം. ഇന്ന് അതിഥിയായി നമ്മുടെ കൂടെയുള്ളത് 15 പുസ്തകങ്ങളുടെ രചയിതാവും 2025 സാഹിത്യത്തിനുള്ള ബംഗാൾ ഗവർണർ എക്സലൻസി അവാർഡ് ജേതാവും റിട്ടയർഡ് ഹയർ സെക്കൻഡറി ചരിത്ര വിഭാഗം അധ്യാപകനും പവിത്രഭൂമി മാസിക എഡിറ്ററും സപര്യ സാംസ്കാരിക സമിതിയുടെ മുഖ്യ ഉപദേഷ്ടാവുമായ ശ്രീ സുകുമാരൻ പെരിയച്ചൂരാണ്. നമസ്കാരം. ശ്രീകണ്ഠപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാഗീതം സ്കൂൾ റേഡിയോയിലെ കൂട്ടുകാർക്ക് എൻ്റെ സ്നേഹാശംസകൾ. ഇന്ന് ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ ഓർമ്മദിനത്തിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള കുറച്ചു വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കേരളത്തിൻ്റെ ഭാഷാ സാംസ്കാരിക ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത പേരാണ് ഹെർമൻ ഗുണ്ടർട്ട്. ജർമ്മൻ പൗരനായിരുന്നെങ്കിലും മലയാള ഭാഷയുടെ വളർച്ചയ്ക്കും വികസനത്തിനും അദ്ദേഹം നൽകിയ സംഭാവനകൾ അമൂല്യമാണ്.
മലയാളം പഠിക്കുകയും പഠിപ്പിക്കുകയും അതിൻ്റെ വ്യാകരണവും നിഘണ്ടുവും രൂപപ്പെടുത്തുകയും ചെയ്ത മഹാനാണ് ഗുണ്ടർട്ട്. അദ്ദേഹം 1814 ഫെബ്രുവരി 4 ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാർട്ടിന് സമീപമുള്ള ഒരു ഗ്രാമത്തിലാണ് ജനിച്ചത്. ബാല്യകാലം മുതൽ തന്നെ ഭാഷകളോടും സാഹിത്യത്തോടും അദ്ദേഹത്തിന് വലിയ താല്പര്യമുണ്ടായിരുന്നു. ലാറ്റിൻ, ഗ്രീക്ക് തുടങ്ങിയ പുരാതന ഭാഷകളിൽ അദ്ദേഹം പ്രാവീണ്യം നേടിയിരുന്നു. ക്രിസ്ത്യൻ മിഷണറിയായി പ്രവർത്തിക്കാനായിരുന്നു ഗുണ്ടർട്ടിൻ്റെ ഇന്ത്യയിലേക്കുള്ള വരവ്. 1839 അദ്ദേഹം ഇന്ത്യയിലെത്തി. തലശ്ശേരി പ്രദേശത്താണ് അദ്ദേഹം കൂടുതൽ പ്രവർത്തിച്ചത്. അവിടെ അദ്ദേഹം മലയാളം പഠിക്കാൻ ആരംഭിച്ചു. തലശ്ശേരിയിലെ ജനങ്ങളുമായി ഇടപഴകുന്നതിനിടെ മലയാള ഭാഷയുടെ സൗന്ദര്യം ഗുണ്ടർട്ടിനെ ആകർഷിച്ചു. അതിനാൽ അദ്ദേഹം ഭാഷ പഠിക്കാനുള്ള വലിയ പരിശ്രമം നടത്തി. നാട്ടുകാരുമായി നേരിട്ട് സംസാരിച്ചും പഴയ ഗ്രന്ഥങ്ങൾ വായിച്ചും അദ്ദേഹം മലയാളം അഭ്യസിച്ചു. ഗുണ്ടർട്ടിൻ്റെ ഏറ്റവും വലിയ സംഭാവനയാണ് മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു. 1872 പ്രസിദ്ധീകരിച്ച ഈ നിഘണ്ടു മലയാള ഭാഷയുടെ ആദ്യ സമഗ്ര നിഘണ്ടുവായി കണക്കാക്കപ്പെടുന്നു. ഇന്നും ഗവേഷകർക്ക് ഇത് ഒരു വിലപ്പെട്ട ഗ്രന്ഥമാണ്. മലയാള ഭാഷയുടെ ഘടന പഠിച്ച് അദ്ദേഹം ഒരു വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കി. മലയാളത്തിൻ്റെ നിയമങ്ങൾ വ്യക്തമായി വിശദീകരിച്ച ആദ്യകാല ശ്രമങ്ങളിൽ ഒന്നാണ് ഇത്. വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാൻ ഗുണ്ടർട്ട് നിരവധി പാഠപുസ്തകങ്ങൾ രചിച്ചു. കുട്ടികൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്ന രീതിയിലാണ് അവ തയ്യാറാക്കിയിരിക്കുന്നത്. കേരളത്തിലെ ആദ്യകാല പത്രങ്ങളിലൊന്നായ രാജ്യസമാചാരം എന്ന പത്രം ആരംഭിക്കുന്നതിൽ ഗുണ്ടർട്ടിന് വലിയ പങ്കുണ്ട്. ഇതിലൂടെ മലയാളത്തിൽ പത്രപ്രവർത്തനത്തിൻ്റെ തുടക്കമുണ്ടായി. വിദ്യാഭ്യാസം എല്ലാവർക്കും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം പ്രവർത്തിച്ചു. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലെ കുട്ടികൾക്ക് പഠനാവസരം നൽകുന്നതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് വലുതാണ്. ക്രിസ്ത്യൻ മിഷണറി ആയതിനാൽ അദ്ദേഹം മതപ്രചരണ പ്രവർത്തനങ്ങളും നടത്തി. എന്നാൽ അദ്ദേഹം മതപ്രചാരണത്തോടൊപ്പം ഭാഷയും സംസ്കാരവും വളർത്താൻ കൂടുതൽ പ്രാധാന്യം നൽകി. ഗുണ്ടർട്ടിൻ്റെ പ്രവർത്തനങ്ങൾ മലയാള സാഹിത്യത്തിൻ്റെ വളർച്ചയ്ക്ക് വലിയ പ്രചോദനമായി. ഭാഷയെ ശാസ്ത്രീയമായി പഠിക്കാൻ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ സഹായിച്ചു. പിന്നീട് വന്ന എഴുത്തുകാരും പണ്ഡിതന്മാരും അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്നു. ജനങ്ങളുമായി സൗഹൃദപരമായി ഇടപെടുകയും അവരുടെ സംസ്കാരത്തെ ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം നേടി. തലശ്ശേരിയിൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള സ്ഥാപനങ്ങളും സ്മാരകങ്ങളും ഉണ്ട്. മലയാള ഭാഷയ്ക്ക് നൽകിയ സേവനങ്ങൾക്കായി അദ്ദേഹത്തെ മലയാളികൾ എന്നും ആദരിക്കുന്നു. നന്ദി, നമസ്കാരം. മലരായി കതിരായി പനിനീർ കണമായി കുളിരണിയും സുഹൃതം മലയാളം. 1893 ഏപ്രിൽ 25 ഹെർമൻ ഗുണ്ടർട്ട് നിത്യതയിൽ ലയിച്ചു ചേർന്നു. മലയാള ഭാഷയെ സ്നേഹിച്ച് അതിൻ്റെ ഉയർച്ചക്കായി ജീവിതം സമർപ്പിച്ച മഹാനായ ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ സേവനങ്ങൾ ചരിത്രത്തിൻ്റെ താളുകളിൽ എന്നും മായാതിരിക്കും. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ശബ്ദ സംയോജനം നിർവഹണം രാജീവ് MK. കൂടുതൽ അറിവുകളും വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തും. അതുവരെ വിദ്യാഗീതത്തിൻ്റെ പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.